കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെയുള്ളത്, ഷാനവാസ് പാടൂർ. പാടൂരാണോ പാതൂരാണോ എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു സംശയം. പാതൂർ എന്നുള്ളത് കാസർഗോഡ് ഒരു സ്ഥലമാണ് അല്ലേ? അതെ, ഒരു അങ്ങനെയാണ് സ്ഥലമാണ്. നിങ്ങളുടെയൊക്കെ പേരിൽ അത് വന്നത്. എൻ്റെ തറവാടുള്ള സ്ഥലമാണ്. അപ്പൊ ഇത് ചെമ്മനാട് പഞ്ചായത്തില് ഇത് തെക്കിലിനടുത്താണ് ഈ പാതൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഞങ്ങളുടെ കുടുംബ പേരും പാതൂർ തന്നെയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവും അതുപോലെ ഭയങ്കര ചൂടുമാണ് പുറത്ത്. വളരെ നന്നായി പോകുന്നുണ്ട്. ഇത്തവണ നമ്മുടെ വിജയ പ്രതീക്ഷകളുണ്ടോ? ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാലോ കുറേ കാലങ്ങളായിട്ടുള്ള ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണ്. അപ്പൊ ഇത്തവണത്തെ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇന്ന് ഈ സെക്കൻഡ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വിജയം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. അതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഘടകങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 50 വർഷമായി ഈ മണ്ഡലം UDFൻ്റെ കയ്യിലായിരുന്നു. കഴിഞ്ഞ 10 വർഷം സംസ്ഥാന സർക്കാർ നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട്. അതൊട്ടും ബാധിക്കാത്ത ഒരു മണ്ഡലമാണ് കാസർഗോഡ്. അപ്പോൾ പണ്ടത്തെ പോലെ വെറും ചിഹ്നത്തിന് മാത്രം പ്രാധാന്യം നൽകാതെ വികസനത്തിന് അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആരാണോ ചുക്കാൻ പിടിക്കുന്നത് അവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ ആദ്യം LDF ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യമായിരുന്നു കാസർഗോഡ് മണ്ഡലം. ഇപ്പോൾ എന്തായാലും ഒരു ത്രികോണ മത്സരമുണ്ട്, ഇലക്ഷൻ മത്സരം ടൈറ്റാവും എന്ന രീതിയിലൊക്കെയുള്ള ചർച്ച ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, എന്നെ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തു നിന്നും, അത് എൻ്റെ മുന്നണിയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരും നിഷ്പക്ഷരായിട്ടുള്ളവരും അതുപോലെ മറ്റ് മുന്നണിയിൽ നിന്ന് ആൾക്കാരടക്കം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നമ്മൾ ഗൈഡ് ചെയ്യാണ്. നിങ്ങളൊന്ന് അവിടെ പോകണം, നിങ്ങളിതിനൊന്ന് അഡ്രസ്സ് ചെയ്യണം, ഇന്ന ക്ലബിലൊന്ന് പോയി കാണണം, അത്തരത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഇടതുപക്ഷത്തിൻ്റെതും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതി അത് ഭയങ്കര സ്ട്രോങ് ആയി, അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അതായത് അവർ ജയിച്ചു എന്നുള്ളൊരു പ്രതീതിയിലാണ് അവരുള്ളത്. ശരിക്കും INL സീറ്റാണല്ലോ, അപ്പോൾ അങ്ങോട്ടേക്കാണ് ഒരു CPIMൻ്റെ കാൻഡിഡേറ്റായിട്ട് സ്വതന്ത്രൻ എന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ പാർട്ടിക്ക് തീർച്ചയായും ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപ് നമുക്കറിയാം ലീഗിൻ്റെ കോട്ടയിൽ ചെന്ന് മത്സരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിനു മുൻപ് കോൺഗ്രസിനൊപ്പമായിരുന്നു താങ്കൾ, പിന്നീട് അവിടെ നിന്ന് വന്ന് അങ്ങനെ. അപ്പോൾ ആ ലീഗിൻ്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ പാർട്ടിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത്. അപ്പോൾ അത് എത്രത്തോളം താങ്കൾ ഭംഗിയായി നിർവഹിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിലുള്ളത്? ഇതിപ്പോൾ കഴിഞ്ഞ തവണ ചെങ്കളയിൽ ഇത് LDFൻ്റെ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചതും ജയിച്ചതും. ആ 5 വർഷം പൂർത്തീകരിച്ചതും എനിക്ക് അതേ സ്വാതന്ത്ര്യം എനിക്ക് LDF തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൃത്യമായി പാർട്ടിയും വിലയിരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നോർമലായും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരതും മറ്റ് പാർട്ടിയിൽ നിന്ന ആൾക്കാരുടെ വോട്ടും എനിക്ക് തരാനുള്ള സാധ്യത പാർട്ടി കണ്ടു. അതുകൊണ്ടാണ് എന്നെ ഇത്തവണ കാസർഗോഡ് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒക്കെ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് താങ്കളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്, അതിന് പിന്നിൽ ചില ഉദ്ദേശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള താങ്കളുടെ മറുപടി എന്താ? മറുപടി പറയേണ്ടതുണ്ടോ? ഞാൻ അന്ന് മറുപടി പറഞ്ഞിരുന്നു. ഒരു ഡീലാണ് അന്ന് MP പറഞ്ഞത്. അപ്പോൾ ഡീലുണ്ട്, ശരിയാണത്. പക്ഷെ അത് ജനങ്ങളുമായിട്ടാണ് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ മണ്ഡലത്തിനകത്തെ ജനങ്ങളുമായി ഞാനൊരു ഡീലുണ്ട്. ആ ഡീൽ എന്നെ എൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് മറുപടിയായി ഞാൻ അവരോടൊപ്പം കഴിഞ്ഞ 50 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി അവരിൽ ഒരാളായി അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഡീൽ ഞങ്ങൾ തമ്മിലുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ ഡീലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യം താങ്കളുടെ പേര് കേട്ടത് മഞ്ചേശ്വരത്താണ്. ഒരുപക്ഷെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടത്. അതിനുശേഷമാണ് കാസർഗോട്ടേക്ക് താങ്കൾ വരുന്നത്. അതെ, അല്ല, മഞ്ചേശ്വരത്തിൽ ഗ്രൗണ്ട് പഠിക്കാൻ വേണ്ടി പിന്നെ ഇത് മുന്നണിയുടെ ഭാഗത്തുനിന്ന് വന്നു. ഞാനത് കുറച്ച് കാര്യമായി അതിനെ പഠിച്ചപ്പോൾ എനിക്ക് നല്ല സാധ്യതയാണ് കണ്ടത്. ഒരുപക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കാം, പക്ഷെ പാർട്ടി അതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ മുന്നണി മനസ്സിലാക്കിയത് അത് ഒരുപക്ഷെ എൻ്റെ മത്സരം പിന്നെ മറ്റൊരു സംവിധാനത്തിന് ഗുണകരമായി പോകുമോ എന്നൊരു സംശയം അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അവിടെ ഞാൻ മത്സരിക്കുന്നത് വേണ്ട എന്ന് കൃത്യമായി
മുന്നണി തീരുമാനിച്ചത്. ഞാനതിനെ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് കാസർഗോഡ് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത്. എങ്കിലും അത് ഞാൻ കുറച്ചൊന്ന് വേണ്ടാന്ന രീതിയിൽ നിന്നിരുന്നു. പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഞാനത് അംഗീകരിച്ചു. ഇപ്പം ഈ നമ്മുടെ MP പറഞ്ഞതുപോലെ ഈ ഡീലും മറ്റും പറയുന്നുണ്ടെങ്കിൽ LDF ആദ്യം ചെയ്യേണ്ടത് എന്നെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കേണ്ടതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞ തിങ്കളാഴ്ച 23-ാം തീയതിയായിരുന്നു നോമിനേഷൻ. 23-ാം തീയതി നോമിനേഷൻ കഴിഞ്ഞ് നോമിനേഷൻ കൊടുത്ത ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്കൊരു അപരനുണ്ട്. 3-ാം സ്ഥാനത്ത് ചിത്രത്തിൽ പോലും ഇല്ലാത്ത LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരു അപരൻ. ഷാനവാസ് എന്നാണ് പേര്. AA ഷാനവാസ്. അതിലൊരു ഭയമുണ്ടോ ആർക്ക്? താങ്കൾക്ക്? അല്ല, ഞാൻ പറഞ്ഞു തീർക്കാം. ഇപ്പോ ഈ AA ഷാനവാസിന്റെ സ്ഥാനാർത്ഥിത്വം അതാരാണ് അതിന് പിന്നിൽ നിന്നും കൂടി ഞാൻ അന്ന് ചാനലിലൂടെ പറഞ്ഞതാണ്. അതായത് 2 അഫിഡവിറ്റും തയ്യാറാക്കിയിരിക്കുന്നത് ഒരേ വക്കീലാണ്. അപ്പോൾ അത് ആരാണ് തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ ഇവിടെ കൂടുതൽ വ്യക്തമാക്കേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ ഭയം ആർക്കാണ്? മറ്റൊന്ന്, ഈ ഡീലിനെ പറ്റി അവരിങ്ങനെ എല്ലാ ദിവസവും ഡീലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഷാനവാസ് നിന്ന് കഴിഞ്ഞാൽ BJPക്ക് ഗുണകരമാവുമെങ്കിൽ 2 ഷാനവാസ് നിന്നാൽ 2 തവണ ഗുണമാന്തല്ലേ. ഇപ്പൊ ഷാനവാസ് മത്സരിച്ചത് എന്തിനാണ്? അത് LDF തീരുമാനിച്ചത് കൊണ്ടാണ്. പക്ഷെ ഈ അപരൻ മത്സരിപ്പിച്ചത് ആരാണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ ആർക്കാണ് BJPയുമായി ഡീലുള്ളത്? അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾ ജയിച്ചില്ലെങ്കിലും ഷാനവാസ് ജയിക്കാൻ പാടില്ല, BJP ജയിച്ചാലും കുഴപ്പമില്ല, അത്തരത്തിലുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ ഷാനവാസ് എന്ന് പറയുന്ന അപരനെ നിർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ലീഗും കോൺഗ്രസും തമ്മിൽ ലീഗും BJPയും തമ്മിലുള്ള മത്സരം എന്നുള്ളതാണ് നമ്മൾ ഈ കാസർഗോട്ട് സ്ഥിരമായി കണ്ടുവരുന്നത്. അതിൽ നിന്നൊരു ത്രികോണപ്പോരിലേക്ക് ഈ മത്സരത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ആത്മവിശ്വാസം. ഇപ്പം ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു വലിയ മാറ്റമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ ത്രികോണ മത്സരം ഇതിനപ്പുറം ഞാൻ വീണ്ടും പറയുന്നു, നിലവിൽ ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്. നല്ല ആത്മവിശ്വാസത്തിലാണ്. 100%. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പം LDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് ഡീലുണ്ട്, അത് ജനങ്ങളുമായി മാത്രമാണ്. അപ്പോൾ ജയിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലുമാണ്. അങ്ങനെ തിരക്കേറിയ പ്രചാരണം അങ്ങനെ തുടരുകയാണ് ഇവരെല്ലാവരും തന്നെ. നമ്മളുടെ പര്യടനവുമായി മുന്നോട്ട് പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.